ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1199 കർക്കിടക മാസം 32-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 25-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:35 നാളത്തെ ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ്. ഏകാദശി തിഥി വെള്ളിയാഴ്ച രാവിലെ 7:42 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ദ്വാദശി തിഥിയാണ് കടന്നു വരിക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെ ഉണ്ടായിരിക്കും. 12:45 മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതലാണ് പൂരാട നക്ഷത്രം ആരംഭിക്കുക. ഈ അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് പൂരാട നക്ഷത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പൂരാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 അവസാനിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:51 അതായത് 1200-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി ഉച്ചയ്ക്ക് 11:51 പൂരാടം നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ചിങ്ങമാസം അല്ലെങ്കിൽ പുതിയ മലയാള മാസം 1-ാം തീയതി അഥവാ 1200-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം 1-ാം തീയതി ഉച്ചയ്ക്ക് ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11:51 വരെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ 1200-ാം ആണ്ട് മലയാള വർഷം ആരംഭിക്കുന്നത് ഉദയാൽപരം നക്ഷത്രമായ പൂരാടം നക്ഷത്രത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാട നക്ഷത്രം ഉച്ചകൊണ്ട് അവസാനിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. പൂരാട നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ധനുരാശിയിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് പൂരാട നക്ഷത്രം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും നമ്മൾ ഈ അധ്യായത്തിൽ പതിപോലെ ചിന്തിക്കുന്നത് നാളത്തെ ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ പൂരാട നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:51 വരെ അശ്വതി, ഭരണി, അനിഴം, ചോതി, പൂരം, ഉത്രം, മൂലം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂരാടം നക്ഷത്രപ്രകാരം പൂരാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:45 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:51 വരെയുള്ള പൂരാട നക്ഷത്ര സമയം അശ്വതി, ഭരണി, അനിഴം, ചോതി, പൂരം, ഉത്രം, മൂലം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ ബുദ്ധി കൊണ്ട് പരാജയപ്പെടുവാൻ ഇടവരരുത്. അതുപോലെ തന്നെ ശത്രുത സമ്പാദിക്കുവാൻ ഇടയാകരുത്. തിക്താനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യം ഒഴിവാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ബോധപൂർവം പെരുമാറിയാൽ ഈ തിക്താനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് ഈ 3 നാളുകാരോടും പറയുന്നത് ഈ നിങ്ങൾക്കാണ് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് എന്നുള്ളത് പറഞ്ഞു തരുന്നു. അപ്പോൾ ആ നാളുകാർ വളരെ ശ്രദ്ധയോടുകൂടി നാളത്തെ ദിവസം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും, സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച ഉച്ചവരെ മൂലനക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മൂലനക്ഷത്രപ്രകാരമുള്ളത് ഞാൻ മൂലം നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് പ്രിയപ്പെട്ടവർ കേൾക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:38 മുതൽ 7:48 വരെ ശുഭസമയമാണ്. പിന്നീട് 9:18 മുതൽ 10:48 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:36 മുതൽ ഉച്ചയ്ക്ക് 1:38 വരെ ശുഭസമയമാണ്. പിന്നീട് 3:18 മുതൽ 5:18 വരെയും ശുഭസമയമാണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച ദിവസം ഇത്രയും ശുഭസമയമുണ്ട്. ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 16 അതിനെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 7 വരും. അങ്ങനെ ഏതൊരു മാസത്തെയും
7, 16, 25 എന്നീ തീയതികൾ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ 16, 25 എന്നിവ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 7 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്, സൂക്ഷിക്കണമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അങ്ങനെ സംഖ്യാജ്യോതിഷം അതിൻ്റെ പരിഹാരം കൂടി പറഞ്ഞു തരുന്നു. സംഖ്യാജ്യോതിഷം പറയുന്ന പരിഹാരം ഇങ്ങനെ 7 വരുന്നവർ, അതായത് 7 എന്ന് പറയുന്ന ആ സംഖ്യ വരുന്നവർ, ഏതൊരു മാസത്തെയും 7, 16, 25 തീയതികളിൽ ജനിച്ചവർ, അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വന്നു ചേരും. പ്രതികൂലങ്ങളൊക്കെ മാറി നല്ല ഫലങ്ങൾ വന്നു ചേരും. ഇനി OZ എന്നീ അക്ഷരങ്ങൾ പേരിലില്ലെങ്കിൽ പോലും പച്ച, മഞ്ഞ, വെള്ള നിറങ്ങൾ ധരിച്ചാൽ സാമാന്യ ഫലങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. പ്രതികൂലം മാറി അനുകൂലമായ അനുഭവങ്ങൾ തന്നെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്ന പരിഹാരം. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുടങ്ങാതെ തന്നെ കാണുവാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുക്രൻ്റെ ദിവസമാണ്. ചിലരൊക്കെ പറയുമല്ലേ, ചില വീഡിയോ ഒക്കെ ശുക്രൻ ഉദിച്ചു എന്ന് പറഞ്ഞു കേട്ടാൽ ശുക്രൻ അങ്ങ് വാരിക്കോരി കൊടുത്ത് ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടു ചെല്ലും എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ പഠിച്ചത് വെച്ച് പറഞ്ഞാൽ ശുക്രൻ മനുഷ്യന് ലൗകികമായ നേട്ടങ്ങൾ കൊടുക്കുന്നത്, താൽക്കാലികമായ നേട്ടങ്ങൾ കൊടുക്കുന്നൊരു ഗ്രഹമാണ്. സ്ഥിരതയില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ധാരാളം സ്വർണം കൊടുക്കുന്നു, അപ്പോൾ പുതിയ വാഹനം കൊടുക്കുന്നു. ഈ വിവാഹം ചെയ്യുന്ന ഭർത്താവിന്, ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നവന്, ആ വിവാഹം ചെയ്യുന്ന ആൾക്ക് ഇഷ്ടം പോലെ സ്വർണം, ഭാര്യ സ്വർണവുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്, ഭാര്യ പുതിയൊരു വാഹനവുമായിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ആ ജാതകൻ്റെ, ആ വിവാഹം ചെയ്യുന്ന ഭർത്താവിൻ്റെ ഗ്രഹനിലയിൽ ശുക്രൻ അമിതമായ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അത്രയ്ക്ക് മേൽ സ്വർണ്ണാഭരണങ്ങളും അല്ലെങ്കിൽ വാഹനവുമൊക്കെ ആയിട്ട്, ധനവുമായിട്ട് ഒക്കെ വന്നു ചേരുന്നത്. അങ്ങനെ വന്നു ചേരുമ്പോൾ ഈ ശുക്രൻ കുറേ നാൾ കഴിയുമ്പോൾ ഈ ജാതകനിൽ നിന്നും ഈ പറഞ്ഞതെല്ലാം തട്ടിക്കളയും. ഈ വാഹനവും കാണത്തില്ല, സ്വർണവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി പിന്നീട് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചാർച്ചയില്ലാത്തൊരു ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു പോകും. അപ്പോൾ അങ്ങനെ ഈ ഭർത്താവ് ലൗകികമായ മറ്റ് സുഖങ്ങളെ തേടിപ്പോകും. മദ്യം, മദിരാശി, മയക്കുമരുന്ന് എന്നിവയെ തേടി അങ്ങ് പോകും. കാരണം ഈ ഭർത്താവിന് മേൽ ശുക്രൻ അമിതമായി സ്വാധീനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിവാഹത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഇഷ്ടം പോലെ സ്വർണം കിട്ടുന്നു, വാഹനം കിട്ടുന്നു, ധനം വന്നു ചേരുന്നു. ഇതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ നിന്നുപോകും. അതേസമയത്ത് വ്യാഴമാണ് കൊടുക്കുന്നതെങ്കിൽ തലമുറകളോളം നിലനിൽക്കും. ശനിയാണ് കൊടുക്കുന്നതെങ്കിൽ 10 തലമുറകളോളം അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശുക്രൻ ചിലർക്ക് ഉദിച്ചു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായൊരു നേട്ടമാണ്, അത് സ്ഥിരതയില്ല എന്നുള്ളതാണ് ശരിക്കും ജ്യോതിഷത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു അറിവ്. ഒരു ജാതകൻ്റെ ജീവിതത്തിൽ ശുക്രൻ തീരെ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകന് ലൗകികമായ ജീവിതത്തോട് താല്പര്യക്കുറവ് തോന്നും. ഒരു ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുവാൻ, അല്ലെങ്കിൽ വിവാഹം ചെയ്താൽ പോലും മറ്റു രീതിയിലുള്ള താല്പര്യങ്ങളൊന്നും ആ വ്യക്തിക്ക് ഇല്ലാതെ വരും. അപ്പോൾ അങ്ങനെ പിന്നീട് അത് ഡൈവേഴ്സായിട്ട് അങ്ങ് മാറും. എന്നാൽ ഇത് ഓവറായിട്ട്, ശുക്രൻ്റെ സ്വാധീനം ഓവറായിട്ടുള്ളവരാണെങ്കിൽ അവർ ഇതിനകത്ത് അമിതാവേശം പൂണ്ട് അവർ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മിതമായ രീതിയിൽ ശുക്രൻ സ്വാധീനിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത്, അല്ലെങ്കിൽ ശുക്രനെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഞാനിത് ഇത്രയും പറയാൻ കാരണം നാളെ ശുക്രൻ്റെ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്, ശുക്രൻ്റെ ദിവസമാണ്. ഇപ്പോൾ കുടുംബജീവിതത്തിൻ്റെ കാരകഗ്രഹം, അതായത് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ ഇടഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടിയായി, പ്രശ്നങ്ങളായി, അവർ തമ്മിലുള്ള ഓരോ കാര്യങ്ങളെ ചൊല്ലി കലഹമായി, പിന്നീട് അത് വലിയൊരു വിഷയമാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചാർച്ചയില്ലാതെ അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ശുക്രൻ അമിതമായിട്ട് സ്വാധീനിക്കുന്ന വ്യക്തികളാണ്
അവരിലാണ് തെറ്റായ ചിന്താഗതികൾ വന്നു ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തെറ്റായ ഒരു ചിന്താഗതി വന്നാൽ മനസ്സിലാക്കണം, ശുക്രൻ എന്നെ അമിതമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് മറ്റൊരു സാഹചര്യം വന്നു ചേരുന്നത്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ചിന്താഗതിയിലേക്ക് പോകുന്നത്, ഒരു തെറ്റായ പ്രവൃത്തിയിലേക്ക് ഞാൻ പോകുന്നത് എന്നുള്ളത് ഒന്നറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മൾ അതിനെ ന്യായീകരിക്കും, അത് അബദ്ധവശാൽ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി, അല്ലെ അറിയാതെ പെട്ടുപോയി എന്നൊക്കെ ആൾക്കാർ പറയല്ലേ. അപ്പോൾ ഈ അറിയാതെ വരുന്നതും പെടുത്തുന്നതും ഒക്കെ ശുക്രനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുക, വീണ്ടും വിചാരത്തോടു കൂടി ചിന്തിക്കണം, ഞാനീ പോകുന്നത് നാശത്തിലേക്കാണ്, എന്നെ തള്ളിവിടുന്നത് ശുക്രനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പണമൊക്കെ പോയാൽ പോട്ടെ, സ്വർണം പോയാൽ പോട്ടെ, പക്ഷെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഒരു കുടുംബം മൊത്തം നാണക്കേടിന്, സ്ത്രീ മുഖേന ധനനാശം, മാനഹാനി എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെന്നൊക്കെ ജ്യോതിഷത്തിൽ പറയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമ്മൾ നാളെക്കുറിച്ചുള്ള വിവരം ചിന്തിക്കാം. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ എങ്ങനെയാണ് 27 നക്ഷത്ര ജാതകരെ സ്വാധീനിക്കുന്നത്, ഓരോ കൂറുകാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു, ഓരോ കൂറുകാർക്കും എന്തെല്ലാം കൊടുക്കുന്നു, നേട്ടങ്ങൾ കൊടുക്കുന്നുണ്ടോ, കോട്ടങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. നാളെ ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 5ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭഗ്രഹമാണ്. 5ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. കാരണം 5ാം ഭാവം എന്ന് പറഞ്ഞാൽ ത്രികോണഭാവമാണ്. ത്രികോണഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നേട്ടങ്ങളെ കൊടുക്കും. പ്രത്യേകിച്ച് അവരുടെ 7ാം ഭാവത്തിൻ്റെ അധിപനാണ്, ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. ചിങ്ങൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നതും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ഈ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ആ ക്ഷേത്രത്തിൻ്റെ, അതായത് ചിങ്ങൻ രാശിയുടെ 12ാം ഭാവത്തിലാണ്, അതായത് കർക്കിടക രാശിയിലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഇനി ഒത്തിരി ദൂരമൊന്നുമില്ല, അല്പം കുറഞ്ഞ ഡിഗ്രി അകലത്തിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു 90% അനുകൂലമായ ഫലങ്ങൾ, ദാമ്പത്യ ജീവിത സുഖമുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാവുന്ന കാര്യം. അപ്പോൾ നല്ല ബുദ്ധി, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സുഖം, സന്തോഷം, സ്വസ്ഥത, സമാധാനം എന്നിവയൊക്കെ നല്ല അനുഭവങ്ങളായി വന്നു ചേരും. ധനപരമായ നേട്ടം, അങ്ങനെ അത് മുഖേനയുള്ള കീർത്തി, പ്രശസ്തി, അംഗീകാരം ഒക്കെ ഇവരെ തേടി വരാം. നല്ല എന്താണ് പറയുന്നത്, നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരേ മനസ്സുപോലെ പ്രവർത്തിക്കുന്നൊരു ദിവസം, ഒരു മനസ്സുപോലെ പ്രവർത്തിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടമുള്ളൊരു ദിവസമാണ്. അതായത് മേടക്കുറുകാർക്ക് നാളത്തെ ദിവസം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നേട്ടമുള്ളൊരു ദിവസമാണ്. ശുക്രൻ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ മുഖേന, അല്ലെങ്കിൽ പെൺമക്കൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് കൊടുക്കും, പെൺമക്കൾ മുഖേന. അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രവർത്തനം, ബുദ്ധി വർക്ക് ചെയ്യുവാനായിട്ട് ശുക്രൻ സ്വാധീനിക്കും. പിന്നെ ദാമ്പത്യ ജീവിത സുഖവും ധനപരമായ നേട്ടവും ഏതെങ്കിലും മേഖലയിൽ ഉള്ളവരാണെങ്കിൽ അവിടെ നേതൃത്വത്തിൽ എത്തിച്ചേരുവാനുള്ള കഴിവും സാഹചര്യങ്ങളും ഒക്കെ ശുക്രൻ കൊടുക്കും. അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. അപ്പം 4ാം ഭാവത്തിൽ നിന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള ധനനേട്ടം, വാഹന ഗുണം, വാഹനയോഗം, അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വത്തുവകകൾ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ ഒരു ഉയർച്ച, അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ തേടി വരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ സ്വക്ഷേത്രമായിട്ടല്ല ശുക്രൻ നിൽക്കുന്നത് എങ്കിൽ പോലും ഇവരുടെ കേന്ദ്രഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ആ ശുക്രൻ ഇവരുടെ കൂറിൻ്റെ അധിപൻ കൂടിയാണ്. എന്നാൽ ആ ശുക്രൻ ഇവരുടെ 6ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. അപ്പോൾ ഒരേ സമയം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും ഒരേ സമയം 6ാം ഭാവത്തിൻ്റെ അധിപനുമായ ഗ്രഹമാണ്. അത് കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നന്മയേ ഉണ്ടാകത്തുള്ളൂ, നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും 6ാം ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. 6ാം ഭാവത്തിൻ്റെ അധിപൻ 6ലോ 8ലോ 12ലോ ആണ് നിൽക്കുന്നതെങ്കിൽ തിക്താനുഭവങ്ങൾ വന്നേനെ. അപ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാർക്കും നാളത്തെ ദിവസം
നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അവർ നാളത്തെ ദിവസം കൂടുതൽ അധ്വാനിക്കും, അല്ലെങ്കിൽ കൂടുതൽ അധ്വാനിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നുള്ള ചിന്താഗതി അവരിൽ വന്നു ചേരും. മാതാവിൻ്റെ സ്വത്തുവകളെക്കുറിച്ചുള്ള ചിന്ത അവർക്കുണ്ടാകും. അത് നേടിയെടുക്കാനുള്ളൊരു പരിശ്രമം കാണിക്കും. വീട്, വാഹനം, സ്വത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളൊരു താല്പര്യം തോന്നും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ചിലപ്പം കിട്ടിയെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ, ദാമ്പത്യ ജീവിത സുഖം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. നാളത്തെ ദിവസം ഈ നാളുകാർ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചെന്നിരിക്കും, പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചെന്നിരിക്കും. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യും. എങ്കിലും ഉള്ളിലൊരു അത്യാഗ്രഹ മനോഭാവം വന്നു ചേരാനും ഇടയുണ്ട്. അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ചിലർക്കൊക്കെ നേത്രരോഗം വന്നു ചേരാനിടയുണ്ട്. ഇപ്പോൾ അത് നേത്രരോഗം എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം തീരുകയാണ്. അപ്പോൾ കർക്കിടക മാസം തീരുകയാണ്ട് നേത്രരോഗം വന്നിട്ടുള്ളവർക്ക് നേത്രരോഗം സൗഖ്യമാകുന്നൊരു സമയമാണ്. ഈ കർക്കിടക മാസത്തിലാണ് ഈ നേത്രരോഗം വന്നു ചേരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും കർക്കിടക മാസത്തിൽ ഒരേ രാശിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരേ രാശിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കണ്ണിന് ദീനം ഉണ്ടാകുന്നത്. അതായത് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പോൾ ഈ സ്വക്ഷേത്രത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് ആൾക്കാർക്ക് കണ്ണുദീനം ഉണ്ടാകുന്നത്. കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും. അതൊരു മാസം കഴിയുമ്പോൾ അങ്ങ് മാറും. ഈ ചിങ്ങമാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറും. ചിങ്ങം സൂര്യൻ ശോഭിക്കുന്നൊരു മാസമാണ്. അപ്പോൾ കണ്ണൊക്കെ നല്ല തിളങ്ങുന്നൊരു മാസമാണ്. ബുദ്ധിയും മനുഷ്യൻ്റെ ഈ കഴുത്ത് മുതൽ മേഖലയിലോട്ടുള്ള എല്ലാ ഭാഗങ്ങളും ശോഭിക്കുന്ന സമയമാണ് ചിങ്ങമാസം. അപ്പോൾ ആ രോഗവും പ്രയാസങ്ങളും എല്ലാം മാറുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്കും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേവന്മാ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം പരധനം കയ്യിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഗാനരചയിതാവ്, ഗായകരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കൂടാതെ ദാമ്പത്യ ജീവിത വിജയവും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഇവരുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് മൂലം ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം പരിഹാരം കണ്ട് ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ അവർ തമ്മിൽ കൈകോർക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി സമീപിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേവന്മാർ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ കൂടി പോകുന്നൊരു ദിവസമായിരിക്കും. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമായിരിക്കും. സാഹിത്യ മേഖലകളിലുള്ളവർ ശോഭിക്കുന്ന ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്ന ദിവസമാണ്. കീർത്തി വന്നു ചേരുവാൻ ഇടയുണ്ട്. സമ്പത്ത് വന്നു ചേരുവാൻ ഇടയുണ്ട്. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ചിങ്ങക്കുറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശുക്രൻ നിൽക്കുന്ന 12-ലാണ്. 12-ൽ നിന്നാൽ യാതൊരു ദോഷവും ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 12-ാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ല. കഠിനമായ ദോഷമൊന്നും ചെയ്യത്തില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള തട്ടുകേടുകളൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് സുഖസ്വസ്ഥ, ദേഹതന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. കാര്യവിജയവും അല്ലെങ്കിൽ മറ്റുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ബന്ധുക്കളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബന്ധുക്കൾ മുഖേനുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം ഉണ്ടാകും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ധനസ്ഥിതി ആയാലും കുടുംബസ്ഥിതി ആയാലും തൊഴിൽപരമായിട്ടുള്ള കാര്യമായാലും ദാമ്പത്യ ജീവിതമായാലും എല്ലാം അവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുവാനുള്ളത്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നാളെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രശസ്തിയും ബഹുമാനവും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. ബഹുമതിയൊക്കെ തേടി വരുന്ന ദിവസമാണ്. സൽഗുണസമ്പന്നനെ പോലെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം 11-ാം ഭാവത്തിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ ആ ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ചും
ഇവരുടെ ആൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരും. കുടുംബസുഖവും ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ കുടുംബസുഖം കുറവാണെങ്കിലും ധനപരമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും മക്കളുടെ സ്ഥിതി മോശമാണെങ്കിൽ പോലും നാളെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള സ്ഥിതി അനുകൂലമായ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം പറയാനുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് 10-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വസ്ത്രവ്യാപാരികൾ, സ്വർണ്ണ വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ നാളത്തെ ദിവസം വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. സാഹിത്യകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. കൃഷി കാര്യങ്ങളിൽ കൂടി മനസ്സിന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ വരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. അങ്ങനെ നല്ല ആരോഗ്യസ്ഥിതിയുള്ള ദിവസമാണ്. എല്ലാവിധമായ സൗഭാഗ്യങ്ങളോടും കൂടി നാളത്തെ ദിവസം ഈ നാളുകാർ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ പോലും 10-ാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ ആ ശുക്രൻ നിൽക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ ശുക്രനാണ് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിത വിജയം അവർക്കുണ്ടാകും. അങ്ങനെ നേട്ടങ്ങൾ അവർക്ക് കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 9-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ഭാഗ്യമൊക്കെ അവരെ തേടി വരാൻ സാധ്യതയുണ്ട്. ജനങ്ങളാൽ അറിയപ്പെടുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേർന്നാൽ അവർ ഒരു ജനങ്ങളാൽ അറിയപ്പെടും. അപ്പോൾ നല്ല ആരോഗ്യവും കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രത്യേകിച്ച് ഇവരുടെ ധനഭാവത്തിൻ്റെ അധിപനെയും കുടുംബഭാവത്തിൻ്റെ അധിപനെയും ഒക്കെ സഹോദരഭാവത്തിൻ്റെ അധിപനെയൊക്കെ ശുക്രൻ വീക്ഷിക്കുന്നത് കൊണ്ട് അവർ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരും. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബം, ധനം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കേണ്ട ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ധനുക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ചന്ദ്രൻ ധനുക്കൂറിൽ കൂടി കടന്നു പോകുന്നത് നല്ലതാണെങ്കിൽ പോലും ചന്ദ്രനെ ഒരു പാപഗ്രഹം വീക്ഷിക്കുന്നൊരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അതിൻ്റേതായ തിക്താനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചോളം അഷ്ടമത്തിലാണ്, 8-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 8-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും. അതുപോലെ തന്നെ ഗുണാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സമ്പാദ്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളാണ് കൂടുതലായിട്ടും വന്നു ചേരുക. ചിട്ടിയൊക്കെ ഉള്ളവർക്കൊക്കെ ചിട്ടി കാര്യങ്ങൾ ഒക്കെ ഉള്ളവർക്ക് നെറുക്കെടുപ്പ് വീഴാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അഷ്ടമത്തിലാണെങ്കിൽ പോലും വലിയ കഷ്ടത്തെ കൊടുക്കാത്തൊരു ഗ്രഹമാണ് ശുക്രൻ. അവർക്ക് നേട്ടങ്ങളെ തന്നെയായിരിക്കും കൊടുക്കും. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉൾപ്പെടെ തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം മകരക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ജനിച്ച സമയത്ത് ശുക്രൻ അനിഷ്ടസ്ഥാന സ്ഥിതിയോ തിക്താനുഭവങ്ങൾ കൊടുക്കുന്നൊരു സ്ഥിതിയിലോ മൗഢ്യനോ ഒക്കെ ആണെങ്കിൽ ദാമ്പത്യ ജീവിത സുഖമൊന്നും മെച്ചമായിരിക്കത്തില്ല. അങ്ങനെയുള്ളൊരു ദാമ്പത്യ ജീവിതമൊന്നും വിജയകരമായി പോകത്തുമില്ല. പ്രത്യേകിച്ച് അവർ ജനിച്ച സമയത്ത് കർക്കിടകൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അവർക്ക് പുനർവിവാഹം ഉണ്ടാകും. ദാമ്പത്യ ജീവിത സുഖക്കുറവ് വളരെ അനുഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളുമൊക്കെ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മകരക്കൂറുകാർക്കാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടുതലായിട്ടും വന്നു ചേരാൻ ഇടയുള്ളത് എന്നും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, രണ്ടുവാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 7-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഭാര്യാസുഖം, ഭർത്തൃസുഖം, കുടുംബസുഖം, സന്താനഭാഗ്യം, അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ഇവിടെ 7-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ്റെ സ്ഥിതി 7-ാം ഭാവത്തിൽ നിന്നാൽ പൂർണ്ണ ബലത്തിലാണ്. 7-ാം ഭാവമാണ് പൂർണ്ണ ദൃഷ്ടിയുള്ള ഭാവം. അപ്പോൾ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ 7-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ആ ജാതകന് സുന്ദരിയായ ഭാര്യയെ കിട്ടും. ഭാര്യാസുഖവും കുടുംബസുഖവും സന്താനഭാഗ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ ജാതകന് അന്യ സ്ത്രീകളിൽ താല്പര്യം വന്നു ചേരും. അതാണൊരു പ്രശ്നം. പിന്നെ അത് കലഹത്തിൽ അവസാനിക്കും, പിന്നെ അത് പ്രശ്നത്തിൽ അവസാനിക്കും. അങ്ങനെ പലരുടെയും ജീവിതം പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകും. വലിയ നേട്ടമൊന്നും ആ ദാമ്പത്യ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകണമെന്നില്ല.
അപ്പോൾ അങ്ങനെയൊക്കെ ശുക്രൻ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നൊരു ഗ്രഹമാണ്, അല്ലെങ്കിൽ അങ്ങനെ നല്ല അനുഭവങ്ങളും തിക്താനുഭവങ്ങളും കൊടുക്കുന്നൊരു ഗ്രഹമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നല്ലത് കൊടുക്കും, പിന്നീട് മോശമായിരിക്കും. അതൊക്കെ നിൽക്കുന്ന പൊസിഷൻ എത്ര ഡിഗ്രി പവറിലാണ് നിൽക്കുന്നുള്ളത് ഗ്രഹനില എടുക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് വലിയ അധ്വാനമില്ലാതെ പ്രവർത്തികൾ ചെയ്ത് ധനം സമ്പാദിക്കാനും സാധിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. പക്ഷേങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാമകലകളിൽ സാമർത്ഥ്യം കാണിക്കുന്നൊരു ദിവസം കൂടിയാണെന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് കുംഭക്കൂറുകാർക്ക് നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 6-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ശത്രുക്കളാൽ ഇവർക്ക് ദോഷം വന്നിരുന്ന ദിവസമാണ്. ശത്രുദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി തീരുന്നൊരു ദിവസമാണ്. അങ്ങനെ ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ഒക്കെ ദോഷഫലങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ ശുക്രൻ ഈ മീനക്കൂറുകാരുടെ 12 നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് മൂലം, അപ്പോൾ ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത്? 6-ാം ഭാവത്തിലാണ്. അപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ 12-ാം ഭാവത്തിലുള്ള ആ ഗ്രഹം മുഖേന ഇവർക്ക് ധനനഷ്ടം, കാര്യതടസ്സം, ശത്രുത, പ്രശ്നങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ അവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ശുക്രനെ ഇവർക്ക് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതേസമയത്ത് ശുക്രൻ ഇവരുടെ 7-ാം ഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ ഇങ്ങനെ വരത്തില്ല. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഒരിക്കലും 12-ൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചുള്ള ഈ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ 12-ൽ നിൽക്കുന്ന ധനനഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ സകല കാര്യങ്ങളും നഷ്ടം വന്നു ചേരുന്ന ഭാവത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകൾ, അതുപോലെ തന്നെ ദോഷങ്ങൾ, സാമ്പത്തിക നഷ്ടം, കാര്യതടസ്സം, ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ഒക്കെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ കുടുംബസുഖം കുറയും, ദാമ്പത്യ സുഖക്കുറവ് ഉണ്ടാകും. അങ്ങനെ പലവിധ തിക്താനുഭവങ്ങളും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കേരളത്തിൻ്റെ നാളത്തെ ചിത്രം ഒന്ന് ചിന്തിക്കാം. ധനുരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ്റെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. അത് മുഖേന നമ്മുടെ ദേശത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനർത്ഥകളൊക്കെ ആൾക്കാർക്ക് സംഭവിക്കാം. ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ 1-ാം പേജിൽ വാർത്തകളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസവും. അതുകൊണ്ട് അപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എല്ലാവരെയും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ മഹാദേവൻ വിടുവിക്കട്ടെ, കാത്തുരുപാലിക്കട്ടെ. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.